ഞാൻ സുബ്രഹ്മണ്യൻ മാസ്റ്റർ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ക്ലബിൻ്റെ ശാരദി ആണ്. മൊബൈൽ നമ്പർ 8139062370. ഇന്ന് ഞാൻ ഒരു പ്രഭാഷണം നടത്തുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. വിഷയം ബ്രാഹ്മണ ബുദ്ധി. വളരെ പണ്ട് കാലം മുതലേ ഈ സമൂഹം 4 വിഭാഗങ്ങളായി തരം തിരിക്കപ്പെട്ടിരുന്നു. അവരാണ് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഇതിൽ പൂജാകർമ്മങ്ങളും അതേപോലെ തന്നെ സൽക്കർമ്മങ്ങളും ചെയ്യുന്ന വിഭാഗത്തെയാണ് ബ്രാഹ്മണർ എന്ന് വിളിച്ചിരുന്നത്. പണ്ടുകാലങ്ങളിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള വ്യവസായവുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പൂജാകർമ്മങ്ങളും സൽക്കർമ്മങ്ങളുമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ക്ഷത്രിയരാകട്ടെ ഭരണകാര്യങ്ങളിൽ നൈപുണ്യരായിരുന്നു. ഭരണകാര്യങ്ങളിൽ അവരുടെ കഴിവ് അവർ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. വൈശ്യർ വ്യാപാര കാര്യങ്ങളിലാണ് താല്പര്യം കാണിച്ചിരുന്നത്. ശൂദ്രരാകട്ടെ ഇവരുടെയെല്ലാം ദാസികളായിട്ടാണ് അവർ അറിയപ്പെട്ടിരുന്നത്. ഇങ്ങനെയുള്ളതായിട്ടുള്ള ഈ വിഭജിക്കപ്പെട്ട സമൂഹത്തിന് കാലാന്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും അതേപോലെ തന്നെ വൈശ്യർ ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും അവരുടെ ബന്ദികളാക്കി വെച്ചുകൊണ്ട് അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വളർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴുള്ളതായിട്ടുള്ള ബ്രാഹ്മണ സമൂഹത്തിൽ പഴയ ബ്രാഹ്മണ സമൂഹത്തിൻ്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവർക്ക് സ്വതസിദ്ധമായ രീതിയിൽ പൂജാകർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ചെയ്യുവാനുള്ള കഴിവ് ഉണ്ട് എങ്കിലും വൈശ്യരുടെ അടിമകളായി നിന്നുകൊണ്ട് അവർക്ക് ആ ഒരു കർമ്മം പൂർണ്ണമായി ചെയ്യുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ബ്രാഹ്മണ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നതുകൊണ്ടാണ് ബ്രാഹ്മണ സമൂഹത്തിൽ ഉള്ളവർ ചെയ്യുന്ന കർമ്മങ്ങളിൽ മൂല്യശോഷണം വന്നിരിക്കുന്നത്. അത് തീർച്ചയായും ആത്മപരിശോധന നടത്തി അതിന് ഒരു മാറ്റം വരുത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. ബ്രാഹ്മണർ എന്നാൽ ബ്രഹ്മത്തെ അറിയുന്നവർ എന്നും 3 മുൻ തലമുറയുടെ യാഥാർത്ഥ്യങ്ങൾ അവർക്ക് അറിയാം എന്നുള്ളതുമാണ്. 3 തലമുറകളായി അവർ ബ്രാഹ്മണത്വം നടത്തുന്നവർ ആണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ഈ ബ്രാഹ്മണർ അടുത്ത കാലത്ത് അവരുടെ പ്രവർത്തനങ്ങളിൽ
വൈശ്യരുടെ ഈ ബന്ധനത്തിൽപ്പെട്ട് അവർ ആടി ഉലയുകയാണ്. അതിൽ നിന്നും ഒരു മോചനം നേടേണ്ടത് ബ്രാഹ്മണർക്ക് തികച്ചും അത്യന്താപേക്ഷിതമാണ്. ശുദ്ധ ബ്രാഹ്മണർ ഇതിനെക്കുറിച്ച് ഒരു ആത്മപരിശോധന നടത്തി അതിൽ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ഈ മൂല്യശോഷണം സംഭവിച്ച സമൂഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പലരും ചിന്തിക്കുന്നത്. ഇതിന് അത്യന്താപേക്ഷിതമായ ചില മാറ്റങ്ങൾ ബ്രാഹ്മണ സമൂഹത്തിൽ അനിവാര്യം തന്നെയാണ്. കൂടാതെ പല ബ്രാഹ്മണ സമൂഹാംഗങ്ങളും ഇന്ന് വൈശ്യരുടെ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വൈശ്യരുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയായാലും ബ്രാഹ്മണ സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പഴയ ബ്രാഹ്മണ സമൂഹത്തിൻ്റെ പൂജാകർമ്മങ്ങളും അതേപോലെ തന്നെ സന്മനസ്സുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. മൂല്യശോഷണം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ബ്രാഹ്മണ സമൂഹം എത്തിക്കൂടാ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ബ്രാഹ്മണ സമൂഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഒന്ന് ദൃഢനിശ്ചയത്തോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.